നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കാം. 2 സവോള, മീഡിയം സൈസ് 2 സവോള, അത് വലുതായിട്ട് അരിഞ്ഞേക്കുന്നത്, അരയ്ക്കാനെങ്കിൽ അരിഞ്ഞാൽ മതി. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, 2 തക്കാളി, കുറച്ച് ക്യാഷു. ഇത്രയും വെച്ച് നമുക്ക് മസാല ഉണ്ടാക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ നമ്മളൊരു കടായി വെച്ചു. കുറച്ച് എണ്ണ, ഇത് വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയില്. ഈ കറിക്കൊക്കെ ആക്ച്വലി നോർത്ത് ഇന്ത്യൻ കറിയല്ലേ, അതിനൊക്കെ വെളിച്ചെണ്ണയെക്കാട്ടും നല്ല സൺഫ്ലവർ ഓയിൽ. ഇത് നന്നായിട്ട് ഇടാം. ഇത് നമുക്ക് അരയ്ക്കാൻ, അതുകൊണ്ട് അങ്ങ് ചെറുതൊന്നും ആക്കണ്ട. ഇതിന് മസാല അരയ്ക്കാൻ ഉള്ളി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ ഉള്ളിയും പച്ചമുളകും ഇട്ടു. ആ ഉള്ളി എളുപ്പം മൂക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് എളുപ്പം മൂക്കും. ആ ഉള്ളി മൂക്കുമ്പോൾ ഇച്ചിരി നമുക്ക് ഈ ക്യാഷ്യൂ നമുക്ക് അതിനകത്ത് ക്യാഷ്യൂ ഒത്തിരി വേണം, ഒത്തിരി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റ് വരും. ക്യാഷ്യൂ ഇട്ട് ഈ തക്കാളിയുടെ തക്കാളി കൂടി ഇട്ടിട്ട് ഒന്നിടണം. ഇത് ഒത്തിരി അങ്ങ് മൂക്കണ്ട, തക്കാളിയൊക്കെ ഒന്ന് കുക്കായാൽ മതി. നമുക്ക് അരയ്ക്കാൻ ഇനിയിപ്പോൾ ഇവിടെ ഓഫ് ചെയ്ത് തണക്കട്ടെ. അതിരുന്ന് തണക്കണം. ഞാൻ ഓഫ് ചെയ്തവിടെ വെച്ച് ഇതിന് തണക്കട്ടെ. നമുക്ക് അരയ്ക്കും. ഇതിപ്പം നല്ലതായിട്ട് തണുത്തു. നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചുകൊണ്ട് വരാം. അതിങ്ങനെ നല്ലതായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തു. തിരിച്ച് നമ്മൾ അതേ കടായി വെച്ചു, കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു. ഇതിൽ കടുക് ഇടത്തില്ല, കുറച്ച് ജീരകം നമ്മൾ ഇതില്ലേ പെരിഞ്ജീരകമല്ല, മറ്റേ നമ്മൾ കുമിച്ച് അത് കുറച്ചിട്ടു. അത് കുറച്ച് കുറച്ചിട്ടു. ജീരകം പൊട്ടി, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു കഷ്ണം ഏല, ഇതിൽ ഗ്രാമ്പൂ ഏലക്കായും ഒന്നും. അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരിച്ചരപ്പ് അതിനകത്തൊക്കെ നല്ല എണ്ണ തെളിയുന്നിടം വരെ മൂക്കാം. ഞാൻ അടുത്ത മിക്സിയുടെ ജാറ് കഴിച്ച് ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു. അത് നല്ലതായിട്ട് ഇളക്കി ഞാൻ എണ്ണ തെളിയണം. ഇത് ഒരുമാതിരി വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് അതിനകത്ത് വെച്ചിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി, എരിയില്ല, 1 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് അതോടെ നമുക്കൊന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇതിനകത്തോട്ട് ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെള്ളമാണ്. നമുക്ക് എത്രയും ഗ്രേവി വേണം അത്രയും ഗ്രേവി ആക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് ഇച്ചിരി ആവശ്യമുണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് ഗ്രീൻ പീസ് ഇടാം. ഞാൻ ഈ ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസ്, ഈ ഫ്രഷോടെ ഗ്രീൻ പീസ് ഫ്രോസൺ ഇതാ മതി. ബിഗ് ബാസ്ക്കറ്റിൽ ഇത് നമ്മൾ ഒരു 1.5 കപ്പ് ഗ്രീൻ പീസ് അതിനകത്തോട്ട് ഇട്ട് അതോടെ ഇളക്കിയിട്ട് അതൊന്നുകൂടെ മൂടി വെക്കാം. അതിന് വേഗം ഇതൊരുമാതിരി പറ്റി ഗ്രീൻ പീസൊക്കെ നല്ലതായിട്ട് വെന്ത്. ഇപ്പോൾ നമുക്കിതിനകത്തോട്ട് ഈ പനീർ ഇടാം. ഞാൻ ഈ പനീറാണ് വാങ്ങിച്ചിരുന്നത്, അമൂലിൻ്റെ പനീർ. ഇത് ആക്ച്വലി ഈ പീസായിട്ടുള്ളത്, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം. അത് ഈ മാതിരി പീസാണ്. ഇത് അതിനകത്തോട്ട് കുറച്ച് ഇപ്പോൾ 1 കിലോയുടെ ഞാനിത് സ്റ്റാർട്ട് ചെയ്തില്ല. ഒരു 1/4 കിലോ ഇട്ടു. ചെറുതായിട്ടൊന്നൊരു ഇളക്കി കവർ ചെയ്ത് വെക്കാം. പനീർ ഒത്തിരി നേരം വേകണ്ട. അത് ഓൾറെഡി അത് പ്രോട്ടീൻ ഒത്തിരി നേരം വെന്താന്ന് എന്താ സോഫ്റ്റ് അങ്ങ് കൂട്ടി കട്ട് ചെയ്യാതെ ഒത്തിരി നേരം വേകണ്ട. പനീർ ഇട്ടിട്ട് ഒന്നുകൂടെ തിളച്ച് ഒത്തിരി വേകണ്ട. നമുക്ക് അതിൻ്റെ മേലോട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് വിടാം. അത് വിട്ടിട്ട് കറി ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ പനീർ മട്ടർ കറി റെഡിയായി. നല്ല സൂപ്പർ കറിയാണ്. അങ്ങനെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും
എല്ലാത്തരം കൂട്ടാം. സൂപ്പർ കറിയായി. അധികം ഗ്രേവിയൊന്നും